ഹലോ ഗായ്സ്, നമ്മളപ്പോൾ കോഴിക്കോടേക്ക് പോവാണ് കുടുംബശ്രീക്കാരെ കൂടെ. എല്ലാരും കുടുംബക്കാര് തന്നെ, കുടുംബശ്രീക്കാര്. എവിടെ പോന്നെ? കോഴിക്കോട് ബീച്ചിൽ. കോഴിക്കോട് ബീച്ചില് ഇവർ രണ്ടുപേരും കുടുംബശ്രീ ഇല്ലാത്ത അംഗങ്ങളാണ്. ഞാനും കുടുംബശ്രീക്കാര്. ഒരാള് രണ്ടാമത് പുതിയത് ചേർന്ന്. നമ്മളല്ല ഇന്ന് കോഴിക്കോട് ടൂറ് പോവാണ് കുടുംബശ്രീന്റെ അല്ലേ. കോഴിക്കോട് കറങ്ങാൻ പോവാണ് കുടുംബശ്രീക്കാരുടെ കൂടെ. കോഴിക്കോട് പയ്യോളി മുനിസിപ്പാലിറ്റിയിലുള്ള കാരുണ്യ കുടുംബശ്രീ എന്ന് പറഞ്ഞ അംഗങ്ങളാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ 13ാമത്തെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി അന്നേ ദിവസം നമ്മളെല്ലാവരും കൂടി കോഴിക്കോട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് വെറുതെ എല്ലാവരും കൂടി ഒരു ദിവസം കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം നമ്മളാണെങ്കിൽ ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നതിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാന്ന് പറഞ്ഞു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുക്കും. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കുടുംബശ്രീയിലുള്ള കുറച്ച് ആൾക്കാർ ചില സാങ്കേതിക കാരണങ്ങൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഭൂരിഭാഗം എല്ലാവരും നമ്മൾ കുടുംബക്കാരും ബന്ധുക്കളും പിന്നെ അടുത്ത അയൽപക്കക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് മുട്ടായിത്തെരുവിലേക്ക്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുട്ടായിത്തെരുവിലേക്ക് നടക്കാനുള്ള ദൂരമാണ്. അപ്പം നടന്നിട്ട് നമ്മൾ ആദ്യം മുട്ടായിത്തെരുവിലെത്തി. നമ്മളൊരു 11:30 ആകുമ്പോഴത്തേക്കൊക്കെ എത്തി. 10:30 ട്രെയിനായിരുന്നു വന്നത്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തുടക്കത്തിൽ തന്നെയുള്ള ആദ്യം 25 രൂപ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലൊക്കെ കയറി. അവിടെ ഇങ്ങനെ വീട്ടിൽ നിന്നിടുന്ന കുറേ ഡ്രസ്സുകളും ഷഡ്ഡി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഈ 30 രൂപ 40 രൂപ 50 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൺഡേ മാളിൽ കയറി. സൺഡേ മാളിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഫാൻസി ഐറ്റംസിൻ്റെ 10 രൂപേൻ്റെതും 30 രൂപേൻ്റെ ഒക്കെ ക്രാബ് കമ്മൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങി. നമ്മൾ ഇത്ര പൈസയൊന്നും ഇല്ലാതെ ചുരുക്ക പരിപാടിയായിട്ട് പോയി. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ആൾക്കാർക്ക് മക്കൾക്ക് കൊടുക്കാനൊക്കെ വാങ്ങാനുള്ള സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് 10 രൂപേൻ്റെ വിലക്കുറഞ്ഞൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പക്ഷേ 12 മണിയായിട്ട് നമ്മൾ ചോറ് എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കൂടി നമ്മൾ ഹോട്ടലിൽ കയറി ചായയാണ് കുടിച്ചത്. ഞാനൊരു വടയാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും ഉള്ളിവടയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മൾ ചൈനീസ് മാർക്കറ്റ് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് പേഴ്സ് ഉണ്ട്. ഇത് ഏതെടുത്താലും 100 രൂപയായിരുന്നു. നമ്മളവിടെ നിന്ന് കണ്ടിട്ട് എനിക്കെല്ലാം ഇഷ്ടമായി. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ മാനാഞ്ചേരിയിലേക്ക് പോകാൻ ഇരിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറേ 100 രൂപേൻ്റെ കമ്മലും വളയൊക്കെ വെക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനൊരു വള വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ കമ്മലും 100 രൂപയാണ്. പിന്നെ മറ്റേ ഹിന്ദിക്കാർ വെക്കുന്നൊരു ടൈപ്പാണ്. 3 തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ബിരിയാണി വാങ്ങി. 3 ആൾ ബാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നതാണ്. നമ്മൾ 3 പേര് മാത്രം ഫുഡ് കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ 3 പേർക്കും ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 70 രൂപേൻ്റെ. മറ്റേ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ബിരിയാണി ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ നമ്മൾ മാനാഞ്ചേര സ്ക്വയർ 2 മണിക്കായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ 2 മണീൻ്റെ മുന്നേ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അടുത്തെത്തുക. അതുകൊണ്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് മതിൽ ചാടിയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ അവിടെ കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഇനി കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാനാഞ്ചേര സ്ക്വയറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മളിനി ഒരു ബസ് എടുത്തിട്ട് വേണം നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബീച്ചിലെത്തി. അതിനുശേഷം ബീച്ചിലെത്തിയതിനു ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചേരം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്ത് നമ്മളാണെങ്കിൽ 13ാമത്തെ വാർഷികമായത് കൊണ്ട് നമുക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ബീച്ചിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ വന്ന് ഈ കുറേ സ്റ്റോൾസൊക്കെ ഉച്ചയായതുകൊണ്ട് കുറച്ചൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. തുറന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ചയാണ് കൊണ്ടുവരുന്നത്. നോമ്പ് പള്ളിയിൽ പോകേണ്ട ആൾക്കാരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെ പോകുന്നതിനും കൊണ്ട് അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കുറേ നോക്കിയാണ്. അപ്പോൾ അവിടെ ഭിന്നശേഷിക്കാരുടെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു 10 രൂപേൻ്റെ ഒരു പെണ്ണും വാങ്ങി ഭിന്നശേഷിക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ കേക്ക് വരുന്നവരെ അവിടെ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താറുണ്ട്. അവസാനം നമ്മളെ വാർഷികത്തിൻ്റെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബീച്ചിലിരുന്ന് കട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാളടുത്ത് നിന്ന് നമ്മൾ അവിടെ നിന്ന് ചെയർ കടം വാങ്ങിയിട്ടാണ് ചെയറിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് നമ്മളിങ്ങനെ കേക്ക് കാരുണ്യ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിച്ചത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടുന്ന് സൂപ്പറായിട്ട് ആഘോഷിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ കുറേ പരിപാടി ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടെ കുറേ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ കുറേ കണ്ടുകൊണ്ടിരുന്നു.
അവിടെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ നോക്കി ഓരോരുത്തർക്ക് കേക്കിൻ്റെ പീസൊക്കെ കൊടുത്ത വൈകുന്നേരം വരെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പം നമുക്കിനി തിരിച്ചു പോകാനുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 6:10 ട്രെയിനാണ്, കണ്ണൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബീച്ചിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു 5:30 ആയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നമ്മളത് സത്യം അറിയുന്നത്. കാരണം ട്രെയിൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. 6:10 എത്തേണ്ട ട്രെയിൻ 6:45 നമ്മൾ എത്തിയേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം നമ്മളുടെ ട്രെയിൻ വന്ന് അതിനുശേഷം നമ്മൾ വിചാരിച്ച വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ട്രെയിൻ ഉണ്ടാകുക. പക്ഷേ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ പയ്യോളി എത്തിയിട്ടുണ്ട്. പയ്യോളി എത്തി നമ്മൾ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും വേറെ സെപ്പറേറ്റ് ഓട്ടോ ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ 6 പേരുണ്ടായിരുന്നു ഒരു ഫാമിലിയിൽ നിന്ന്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഒരു ഓട്ടോയിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ഓട്ടോയിൽ കുത്തി നിറച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാരുണ്യ കുടുംബശ്രീൻ്റെ 13ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിച്ചത് ഈ ഒരു രീതിയിലാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ബീച്ചിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയേക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.